ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ടീമുകളും അവരുടെ സൈനിങ്ങൾ അനൗൺസ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി കഴിയുകയും മികച്ച നീക്കങ്ങളാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് കത്തുകയാണ്. മികച്ച താരങ്ങളെ ട്രാൻസ്ഫർ ഫീ കൊടുത്തും അല്ലാതെയും ഒക്കെ സ്വന്തമാക്കാൻ പല ടീമുകളും രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇനിയും ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നു. സൈനിങ്ങളുടെ ഘോഷയാത്രയാണ് നമുക്കറിയാം. അപ്പോൾ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ സൈനിങ്ങുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ കോച്ചായ മിക്കൽ സ്റ്റാരെ സ്വന്തമാക്കിയതിനു ശേഷം അസിസ്റ്റന്റ് കോച്ചിനെയും സെറ്റ് പീസ് കോച്ചിനെയും സ്വന്തമാക്കി. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നിലവിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ കളിക്കാരെ പറ്റിയാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ആദ്യ സൈനിങ്ങായി നമ്മൾ അറിയാൻ സാധിക്കുന്നത് ഫെബ്രുവരി തന്നെ നമ്മൾ കൺഫേം ചെയ്ത സൈനിങ്ങാണ്. നോവാ സഡോയി എന്ന FC ഗോവയുടെ സൂപ്പർ താരം മൊറോക്കൻ താരമായ നോവാ സഡോയിയെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത കാര്യം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സൈനിങ് ഉടൻ തന്നെ എല്ലാം അറിയിക്കുകയാണ്. രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് നോറ ഫെർണാണ്ടസ് എന്ന ഐസ്വാൾ FCയുടെ ഗോൾ കീപ്പറെയാണ്. നിലവിൽ ഈ ലീഗിൽ തന്നെ നമ്പർ 1 ഗോളിയായ നോറ ഫെർണാണ്ടസിന് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. ഇതിനു പുറമെ ഐസ്വാൾ FC തന്നെ മറ്റൊരു താരമായ ലാൽത്തൻ മാവിയ എന്ന സൂപ്പർ താരത്തെ, ഒരു വിങ്ങർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന പൊസിഷനിൽ കളിക്കുന്ന സൂപ്പർ താരത്തെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ഇതിന് പുറമെ നിലവിൽ ഇന്നലെ സ്വന്തമാക്കിയ സൈനിങ്ങാണ് ലിക്മാബം രാകേഷ് എന്ന നെറോക്ക FCയുടെ ഒരു ഡിഫൻഡർ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കിയത്. ഇതിന് പുറമെ ഇന്നലെ മറ്റൊരു വെമ്പൻ സൈനിങ് ഒഫീഷ്യലായി ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്ത സൈനിങ്ങാണ്. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഈ സീസണിൽ അനൗൺസ് ചെയ്ത ആദ്യ ഒഫീഷ്യൽ സൈനിങ് സോംകുമാർ എന്ന ഗോൾ കീപ്പർ സൈനിങ്. 19-കാരനായ സ്ലൊവേനിയൻ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ കളിക്കുന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കിയത്. ഇന്ത്യൻ അണ്ടർ-20 ടീമിൽ സാന്നിധ്യമായ താരത്തെ സ്വന്തമാക്കിയ സൈനിങ്. അപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 5 സൈനിങ്ങുകളാണ് ഈ സീസണിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മികച്ച സൈനിങ്ങുകളാണ്. നമുക്ക് 4 യുവതാരങ്ങളെ, അതായത് ഈ 4 യുവതാരങ്ങളുടെയും പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് 22 വയസ്സിന് താഴെ മാത്രമാണ് 4 പേരുടെയും പ്രായം. ഇത് തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നോവാ സഡോയി നമുക്കറിയാം കഴിഞ്ഞ 2 സീസണുകളിൽ ISLലെ ടോപ്പ് റേറ്റഡ് ഫോറിൻ പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ ടോപ്പ് 3 പ്ലേയേഴ്സിൽ അഹമ്മദ് ജാഹുവിന് ശേഷം നോവാ സഡോയി എന്ന ഡിമിട്രിയോസിനും അഹമ്മദ് ജാഹുവിന് ശേഷം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരം തന്നെയാണ് നോവാ സഡോയി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 സീസണുകളിൽ മികച്ച പെർഫോമൻസാണ് നോവാ സഡോയിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ അതുപോലെ വമ്പൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. ഇതിന് പുറമെ ആകട്ടെ ബ്ലാസ്റ്റേഴ്സ് മികച്ച യുവതാരങ്ങളെ ലീഗിൽ നിന്ന് സ്വന്തമാക്കി. ലീഗിലെ മികച്ച താരങ്ങൾ, ലീഗിൽ കഴിഞ്ഞ സീസണിൽ തിളങ്ങിയ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് അവരുടെ കൂടാരത്തിലേക്ക്, അതും വലിയൊരു കോൺട്രാക്റ്റിലേക്കാണ്. അതായത് എല്ലാ താരങ്ങളും 3-4-5 വർഷം കോൺട്രാക്റ്റിലാണ് എത്തിച്ചിരുന്നത്. അതായത് അവർ മോശം ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ പോലും അവരുടെ കയ്യിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് അവർ കാണിച്ചു കഴിഞ്ഞാൽ ലീഗിൽ എങ്കിൽ പോലും മറ്റുള്ള ISL ക്ലബ്ബുകളിലേക്ക് കൊടുക്കുമ്പോൾ വലിയൊരു ട്രാൻസ്ഫർ പകരം ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന താരങ്ങൾ കൂടിയാണ് എല്ലാവരും. അപ്പോൾ കണ്ടറിയാം ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും. നിലവിൽ 5 സൈനിങ്ങുകളാണ് ബ്ലാസ്റ്റേഴ്സ് കൺഫേംഡ് ആയിട്ട് നടത്തിയിട്ടുള്ളത്. മികച്ച താരങ്ങളായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ കണ്ടറിയാം ആരെയൊക്കെ സ്വന്തമാക്കുമെന്ന്. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മാത്രം പോവുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.